ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർതൃപീഡനമാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസ് ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ. ഭർത്താവിന്റെ നിരന്തര പീഡനങ്ങളാണ് കൂട്ടാത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ടതെന്നും പൊതുവികാരം ഉയരുന്നുണ്ട് ഇപ്പോൾ. ഇതിനിടെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആക്ഷേപങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിന് സ്വന്തം മകളെ ആവശ്യമായ സമയത്ത് ചേർത്തു നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടാതെ പോയി. എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഷൈനിയെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കസ്റ്റംസിൽ നിന്നും റിട്ടയറായ ജോർജ് പുല്ലാട്ട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ജോർജ് പുല്ലാട്ട്. ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് തുറന്നു പറയുന്നത്. ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനുമുണ്ടെന്ന് ആരോപണമാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത്.